BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നതിലേക്ക് അത് എൻക്രോച്ച്മെന്റ് ആണോ അൺറെഗുലേറ്റഡ് കൺസ്ട്രക്ഷൻ ആണോ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. അല്ല, അത് ഡിസൈൻ ആണെങ്കിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ എന്താണ് പെർമനന്റ് സൊല്യൂഷൻ അത് നിതിൻ ഗഡ്കരിജി ഇപ്പോൾ ഇന്ത്യ മൊത്തം അദ്ദേഹം എത്രയോ ആയിരം കണക്കിൽ കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കിയ ഒരു മിനിസ്റ്റർ അല്ലേ. അപ്പോൾ ഇത് ഒരു തകരാറ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എൻക്വയറി നടക്കും. അത് കോൺട്രാക്ടർ അതിൻ്റെ കോൺസിക്വൻസസ് ഇത് ഫേസ് ചെയ്യും. പക്ഷേ അതൊരു കാര്യം. മറ്റേ ഒരു കാര്യം, അവിടെ നടക്കാൻ പോകുന്നത് ഒരു പെർമനന്റ് പരിഹാരം എന്താണ് ചെയ്യാൻ പോകുന്നത് അത് നാഷണൽ ഹൈവേ അതോറിറ്റി അത് വേഗം തീരുമാനിക്കും, അത് പറയും. അല്ല, അവർ എൻക്വയറി നടക്കട്ടെ. അത് അങ്ങനെ അല്ലിപ്പോൾ നമ്മുടെ നാട്ടിൽ ബിൽഡിംഗ് കൊളാപ്സും ഉണ്ടാവും, ബ്രിഡ്ജ് കൊളാപ്സും ഉണ്ടാവും. അതിൻ്റെ ഒരു എൻക്വയറി നടക്കട്ടെ. ഇതുവരെ എത്രയോ കിലോമീറ്റർ നാഷണൽ ഹൈവേ നമ്മുടെ സംസ്ഥാന നാട്ടിൽ നടന്നിട്ടുണ്ട്, മൊത്തം ഇന്ത്യയിലും ഉണ്ടാക്കിയിട്ടില്ലേ. ഇതൊരു ആദ്യത്തെ ഒരു എക്സാമ്പിൾ അല്ല. അതൊരു സ്വാംപി ലാൻഡാണ്, സോഫ്റ്റ് ലാൻഡാണ്. സ്ട്രക്ചറൽ ഡിസൈൻ അത് കോൺട്രാക്ടർ ശരിക്കും ചെയ്തില്ലയോ അത് എൻക്വയറി നടക്കട്ടെ. ആരും നോക്കൂ, തെറ്റ് ചെയ്ത കോൺട്രാക്ടർ ആണെങ്കിൽ അയാൾക്ക് അതിൽ ഒരു ഡൗട്ട് ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഇത് കേട്ട ഉടനെ ജില്ലാ പ്രസിഡന്റ് എന്നോട് വിളിച്ച ഉടനെ ഞാൻ നിതിൻ ഗഡ്കരിജിയോട് സംസാരിച്ചു. നിതിൻ ഗഡ്കരി ഭയങ്കര നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു എൻക്വയറി നടക്കാൻ പോകുന്നുണ്ട്, കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ അത് ഒരു കാര്യം, അതിന് അവിടുത്തെ ഒരു പെർമനന്റ് സൊല്യൂഷൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് അർജന്റലി അത് എക്സാമിൻ ചെയ്യുന്നുണ്ട്. എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുമുണ്ട്, ഞാൻ അവിടെ പോകും. അല്ല, അപ്പോൾ അത് നമ്മൾ ലാൻഡ് സ്ലൈഡ് ഇത് നോക്കൂ. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ, അതിൽ എൻവയറമെന്റൽ അത് എത്രയോ വയനാട് എന്തായിരുന്നു അതിന്റെ കാരണം ഇവരാരും പറഞ്ഞിട്ടില്ല. അത് എൻക്രോച്ച്മെന്റ് ഇടയ്ക്ക് നമുക്ക് കട്ടായി പോകുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് സംസാരിക്കുന്നത്.